റോഡരികിൽ പടർന്നു പന്തലിച്ച് യാത്രക്കാർക്കെല്ലാം തണൽ നൽകുന്ന ഒരു വൻ മരത്തെ ഇല്ലായ്മ ചെയ്യാൻ പല ഭാഗത്തു നിന്നും ശ്രമം തുടരുമ്പോൾ ഈ മരത്തിന്റെ സംരക്ഷണ ദൗത്യം ഏറ്റെടുത്ത് വിദ്യാർത്ഥി കൂട്ടായ്മ. ചാത്തമംഗലം പഞ്ചായത്തിലെ കെട്ടാങ്ങൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ മരത്തെ സംരക്ഷിക്കാനാണ് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലെ നാച്ചർ ക്ലബ്ബ് അംഗങ്ങൾ നാട്ടുകാരുടെ പിന്തുണയോടെ രംഗത്ത് വന്നത്. കെട്ടാങ്ങൽ അങ്ങാടിയിൽ തണൽ വിരിച്ചു നിൽക്കുന്ന ഈ മരത്തെ സംരക്ഷിക്കാനാണ് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത്. ഈ അങ്ങാടിയിലെത്തുന്നവർക്കെല്ലാം തണലേകുന്ന ഈ മരത്തിന്റെ ചുവട്ടിൽ അങ്ങാടിയിലെ മാലിന്യങ്ങളും മറ്റും കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നത് പതിവായതോടെ മരത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട സമീപത്തെ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലെ നേച്ചർ ക്ലബ്ബിലെ അംഗങ്ങളാണ് ഈ വൃക്ഷമുത്തശ്ശിയുടെ സംരക്ഷണത്തിനായി രംഗത്തെത്തിയത്. പാഠപുസ്തകത്തിലെ പ്രകൃതി സ്നേഹവും വൃക്ഷ സംരക്ഷണവുമെല്ലാം നാടിന് ഉപകാരപ്പെടാനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് കുട്ടികളെത്തിയപ്പോൾ അവർക്കൊപ്പം നാട്ടുകാരും പിന്തുണയുമായെത്തി. മരത്തിന് ചുറ്റുമുള്ള മാലിന്യങ്ങൾ മുഴുവൻ കുട്ടികൾ നീക്കം ചെയ്തു. മരം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയുള്ള ലഘുലേഖകളും വിദ്യാർത്ഥികൾ നാട്ടുകാർക്ക് വിതരണം ചെയ്തു. ഒപ്പം തന്നെ ഈ മരത്തിന് ചുറ്റും തറകെട്ടി സംരക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും അതിന് അനുമതി നൽകണമെന്നും അഭ്യർത്ഥിച്ച് ഇവർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കത്തും നൽകിയിട്ടുണ്ട്. ഈ സ്കൂളാണ് ഞങ്ങൾ പഠിക്കുന്നതും ഇവിടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ നടന്നു പോകുന്ന എന്നും ഞങ്ങൾ കാണുന്നതാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കത്തിക്കുന്നത്, പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റു മാലിന്യങ്ങളും. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് RECയിലൂടെയും പോകാം, ഇതിലേയും പോകാം. പക്ഷേ ഞങ്ങൾ ഇതിലങ്ങനെ പോകാൻ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന കാരണം ഈ തണലേകുന്ന മരണങ്ങളും കാരണം ഇവിടെ തണലേകുന്നൊരു പാതയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംരക്ഷിക്കുന്ന മരമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെന്തായാലും ഈ മരത്തിന് ചെയ്തില്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞങ്ങളിത് കാണുന്നത്. അന്താരാഷ്ട്ര വനവർഷാചരണത്തോടനുബന്ധിച്ച് സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൃക്ഷ സംരക്ഷണ പരിപാടികളുടെ ഭാഗമായി കെട്ടാങ്ങൽ അങ്ങാടി മുതൽ ദയാപുരം സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന് ഇരുവശവും ഇവർ വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. ഈ ഒരു മരത്തിന് വേണ്ടിയുള്ള സംരക്ഷണം ഞങ്ങളായിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങളെ കഴിയുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോകും. പിന്നെ ഇവിടെ ഈ മരം ഞങ്ങൾക്ക് തണലേകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇതിനെ സംരക്ഷണം എന്നൊരു രീതിയിൽ ഞങ്ങളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ തണൽ മരങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പരിപാടികൾക്ക് സ്കൂളിലെ +2 വിഭാഗം മേധാവി K മുരളീധരൻ, ദയാപുരം കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ജോൺ മാത്യു, സെക്രട്ടറി സക്കീന ഫൈസൽ, സീഡ് കോർഡിനേറ്റർ റഹ്മത്തുള്ള പുത്തൂർ, നേച്ചർ ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് അലി, നാജിയ, ഷാമില, റിജിഷ എന്നിവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മുക്കം.